കീഴടങ്ങാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം പൂർണ്ണമായും തള്ളി ഇറാൻ. അമേരിക്ക പരിധി ലംഘിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അലി ബഹ്റൈനി പറഞ്ഞു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കും പങ്കുണ്ട് എന്ന് അലി ബഹ്റൈനി കുറ്റപ്പെടുത്തി. ഇറാന് കാര്യമായ പ്രഹരം ഏൽപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇസ്ഫഹാൻ പ്രദേശത്ത് നിന്നാണ് ഇറാൻ ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തുന്നത് എന്ന് IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറഞ്ഞു. ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമ്പോൾ ഇറാൻ സാധാരണക്കാരുടെ വീടുകൾ ആക്രമിക്കുകയാണ് എന്നും IDF വക്താവ് കുറ്റപ്പെടുത്തി. We are now on day 5 of Operation Rising Lion. We've struck deep, hitting Iran's nuclear, ballistic and command capabilities. The Iranian regime has spent years getting closer to a nuclear weapon. They have spent billions building a ballistic missile program. Our mission is clear: to remove the threat at its source. Last night, the IDF eliminated Ali Shamadani, the regime's wartime chief of general staff. Shamadani held the role for only 4 days before meeting the same fate as his predecessor. This mission was based on real-time and emerging intelligence. We have delivered significant blows to the Iranian regime, and as such, they have been pushed back into central Iran. They are now focusing their efforts on conducting missile fire from the area of Isfahan. We are aiming at military targets. They are attacking civilian homes. The IDF will continue to operate with precision, strength and resolve to ensure the safety of the people of Israel. Israel faces threats on many fronts. While we are working to remove threats from Iran, we are still fighting their proxy, Hamas, in Gaza, who is still holding 53 of our hostages in brutal conditions. We will not rest until they are returned home. അതേസമയം ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സംഘം ഇന്നാണ് ഡൽഹി തിരികെ എത്തുന്നത്. മനു ഭരത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനു, യുദ്ധഭീതി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ യുദ്ധമാണ്. യുദ്ധഭീതി എന്ന പ്രയോഗം ഇനി പ്രയോഗിക്കുന്നതിൽ തന്നെ കഴമ്പില്ല. അത്തരത്തിൽ ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നു. വാക്പോരും തുടരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ആഭ്യന്തര പോലീസ് സംവിധാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം, ഇറാനിലെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം തകർത്തു എന്നാണ് IDF അവകാശപ്പെടുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ്, പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത തുടരുമ്പോൾ ഒരല്പം ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് ആദ്യം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. കാരണം ഇന്ത്യൻ സംഘം 110 വിദ്യാർത്ഥികൾ, അവിടെ അർമീനിയ വഴി ദോഹയിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥി സംഘം ഇന്ന് രാത്രിയോടുകൂടി ഇങ്ങ് ഡൽഹിയിലേക്ക് എത്തുമെന്ന ആശ്വാസകരമായൊരു വാക്ക് അവിടെ നിന്ന് കേൾക്കുന്നു. ഒപ്പം അതിൽ 90 വിദ്യാർത്ഥികൾ ജമ്മു കാശ്മീരിലുള്ളവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള 10ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളുണ്ട്. 4000ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ ഇന്ത്യക്കാർ ഇപ്പോൾ ഇറാനിലുണ്ട്. അവരെ എങ്ങനെ ഒഴിപ്പിക്കണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. കൂടുതലും വിദ്യാർത്ഥികളാണ്. ഇതാണ് ഇന്ത്യയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സുപ്രധാനമായ കാര്യം. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അമേരിക്കയുടെ യാതൊരു തരത്തിലുള്ള നിർദ്ദേശവും അംഗീകരിക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. കീഴടങ്ങാൻ ഉള്ള അമേരിക്കയുടെ നിർദ്ദേശത്തെ തൃണവൽഗണിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. തങ്ങൾ ഒരു കാരണവശാലും കീഴടങ്ങില്ല, സമാധാനം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഒരു ഘട്ടത്തിലും അംഗീകരിക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായി തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കുകയും ചെയ്തു. അലി ഖംനയുടെ ഈ വാക്കുകൾ ഒട്ടും നമുക്ക് ആശ തരുന്നതല്ല. യുദ്ധം തുടരും എന്ന ഒരു നിലപാട് തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്തു. ഏതായാലും ഇതിനോട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എങ്കിലെങ്കിൽ യുദ്ധം നിർത്താൻ തയ്യാറല്ലെങ്കിൽ തങ്ങൾക്ക് ഒന്നും പറയാനില്ല, എല്ലാവിധ ആശംസകളും ഇറാന് നേരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം. ഗുഡ് ലക്ക് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നത്. അതേസമയം IDFൻ്റെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ഇറാന് മുകളിൽ വളരെ ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നാണ് IDF വക്താവ് അവകാശപ്പെടുന്നത്. ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പറയുന്നത് ഇറാനെ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം തുടരുകയാണ്. പക്ഷേ ഇറാനാകട്ടെ ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. കൂടുതൽ മിലിറ്ററി ഇൻസ്റ്റലേഷൻ സെൻട്രൽ ഇറാനിലും ടെഹ്റാനിലും കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലെ മിലിറ്ററി ഇൻസ്റ്റലേഷനുകൾ കേന്ദ്രമാക്കി, സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി
വ്യാപകമായ ആക്രമണം ഉണ്ടാകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. IDF-ന്റെ ഈ സന്ദേശം വളരെ കൃത്യമാണ്. ഈ യുദ്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇടയിൽ ഖത്തർ അമീറിന് ഇറാൻ പ്രസിഡന്റ് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം വ്യക്തമല്ല. ഏതായാലും ഖത്തർ അമേരിക്കയോട് വെടിനിർത്തൽ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനൊക്കെ ഉള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇസ്രായേലിനോട് വെടിനിർത്തണം എന്ന് പറയണം എന്ന് ആവശ്യപ്പെടുകയും. അപ്പോൾ ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേക്ഷിയാൻ എന്താണ് ആ കത്തിൽ വ്യക്തമാക്കിയത് എന്നത് കൃത്യമല്ല. സ്വാഭാവികമായും ആ കത്തിൻ്റെ ഉള്ളടക്കം പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ ഇപ്പോഴൊരു വളരെ വ്യക്തമായൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിന് ഉള്ളിലൂടെയുള്ള LPG ടാങ്കറുകളുടെയൊക്കെ ഗതാഗതം, അതായത് ഹോർമുസ് കടലിടുക്ക് നമുക്കറിയാം വളരെ സുപ്രധാനമായ ഒരു പ്രദേശമാണ്. അതുവഴിയാണ് പ്രധാനമായി ഈ ഇന്ധനം കപ്പൽ വഴി നീങ്ങുന്നത്. ആ പ്രദേശത്തിലൂടെ ഇറാൻ്റെ മുൻ അനുമതിയില്ലാതെ യാതൊരു തരത്തിലുള്ള ഈ ഇന്ധന ചരക്ക് നീക്കം ഉണ്ടാകരുത് എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ്റെ UN അംബാസിഡർ അലി ബഹ്റൈനി ഈ കാര്യം ഉന്നയിച്ചിരിക്കുന്നു. ഇറാൻ കീഴടങ്ങില്ല, അമേരിക്കയെ വെല്ലുവിളിക്കുന്നു എന്ന തരത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ആ ഒരു ഭാഷയിലുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അമേരിക്ക അനാവശ്യമായി ഇടപെടുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിനിധി, ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധി പറയുന്നത്. അമേരിക്ക ആ ഒരു പരിധി വരെ തങ്ങൾ ക്ഷമിക്കും, പക്ഷേ അമേരിക്ക ആ പരിധി ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും എന്ന് അലി ബഹ്റൈനി വ്യക്തമാക്കുന്നു. ട്രംപിൻ്റേത് തികച്ചും അനാവശ്യവും ശത്രുതാപരവുമായ പരാമർശങ്ങളാണെന്നും ഇത് ടെഹ്റാൻ വളരെ ഗൗരവത്തോടു കൂടി കാണുകയാണെന്നും അവർ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഇറാൻ ചില ആണവ ചർച്ചകൾ നടത്താൻ നേരത്തെ തയ്യാറെടുപ്പ്, അതിൻ്റെ 5ാം റൗണ്ടിലൊക്കെയാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഏതായാലും ആ ചർച്ചകളുടെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറഞ്ഞുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് മാധ്യമപ്രവർത്തകരോട് ഇപ്പോൾ ഇറാൻ ആത്മരക്ഷ മാത്രമാണ്, സ്വയം പ്രതിരോധിക്കുക എന്ന ഒറ്റ പോയിന്റിൽ മാത്രമാണ് നിൽക്കുന്നത്. മറ്റ് ഒരു ചർച്ചയെക്കുറിച്ചോ മറ്റൊരു സാഹചര്യത്തെക്കുറിച്ചോ ഇപ്പോൾ ഒന്നും തന്നെ ഇറാൻ മറ്റൊരു സാഹചര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ ഇറാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ പ്രസിഡന്റ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ഒഴിപ്പിക്കൽ നടപടികൾ തുടരുകയും ചെയ്യുന്നത്. അതേസമയം അമേരിക്കയുടെ പങ്ക് വ്യക്തമാണ് എന്നും വേണ്ടി വന്നാൽ അമേരിക്കയെയും ആക്രമിക്കുമെന്നുമുള്ള ഇറാന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. ഇപ്പോഴും ആക്രമണങ്ങൾ പരസ്പരം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. നിലമ്പൂർ നാളെ